ഇനി പോകേണ്ടത് കണ്ണൂരിലേക്കാണ്. കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് UP സ്വദേശി കുഴഞ്ഞു വീണ് മരിച്ചു. ബാർബർ ഷോപ്പ് ജീവനക്കാരൻ നയീം സൽമാനിയാണ് മരിച്ചത്. മരിക്കുന്നതിന് തലേദിവസം ഒരു സംഘം ആളുകളുടെ മർദ്ദനം ഏറ്റിരുന്നു. കൂലിയുമായി ബന്ധപ്പെട്ട തർക്കത്തിലായിരുന്നു മർദ്ദനം. കടയുടമയും സംഘം മർദ്ദിച്ചിരുന്നു. പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ഈ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയുന്നത് അതൊരു സ്വാഭാവിക മരണം അല്ല എന്ന് വേണം നമ്മൾ ഈ സംഭവം വിശദമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതല്ലേ? കാരണം തലേ ദിവസം മർദ്ദനമേറ്റിരുന്ന വ്യക്തിയാണ്. പറയും മിഥുൻ. രാഗി, കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം നടന്നത്. അതായത് ഈ നയീം സൽമാനി എന്ന് പറയുന്ന വ്യക്തി ഈ ശ്രീകണ്ഠാപുരത്ത് ഒരു ബാർബർ ഷോപ്പ് നടത്തുന്നുണ്ട്. അവിടെ ചില ആളുകൾ ഈ ഫേഷ്യലും മറ്റും ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഫേഷ്യലിന് വാങ്ങിയ പൈസ കൂടുതലായിപ്പോയി എന്ന് പറഞ്ഞ് ഈ സൽമാനിയെയും അതായത് ഈ ബിൽഡിങ്ങിൻ്റെ ഓണറെയും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാളെയും ഒരു സംഘം മർദ്ദിക്കുകയായിരുന്നു. ഈ നയീം സൽമാനിക്കടക്കം വലിയ തോതിലുള്ള മർദ്ദനം ഏറ്റിട്ടുണ്ട്. മർദ്ദനമേറ്റതിന് തൊട്ട് പിന്നാലെ ഇക്കഴിഞ്ഞ 26-ാം തീയതി വൈകിട്ട് ഈ നയീം സൽമാനിയെ വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ഇയാൾ മരണപ്പെട്ടിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഹൃദയാഘാതം മൂലമുള്ള മരണമാണ് എന്നുള്ളതാണ്. പക്ഷേ ഈ മർദ്ദനത്തെ തുടർന്നാണോ ഇയാൾ മരിച്ചതെന്നൊരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കടയുടമയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കട ഉടമയുടെ പേര് ജോണി സെബാസ്റ്റ്യൻ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അദ്ദേഹം ഒരു പരാതി പോലീസിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെയും മറ്റ് 2 പേരെയും നാട്ടുകാരിൽ ചിലർ മർദ്ദിച്ചിരുന്നു. അത് ഈ ഫേഷ്യലിൻ്റെ തുക നൽകിയതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുക കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് മർദ്ദിച്ചത്. ആ മർദ്ദനത്തിൻ്റെ ഒരു തൊട്ടു പിന്നാലെയാണ് ഇയാൾ മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അയാളുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ട് എന്നൊരു ആരോപണമാണ് പ്രധാനമായും ഉള്ളത്. എന്നാൽ പോലീസ് പറയുന്നത് അവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ അതൊരു ഹൃദയാഘാതം എന്നുള്ളതാണ്. പക്ഷേ ആ ഹൃദയാഘാതത്തിലേക്ക് നയിച്ചത് ഈ ആൾക്കൂട്ട മർദ്ദനം